സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച. ലൂക്ക 7:11 മുതൽ 17 വരെ വാക്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയുടെ ഇവാൻ ഇലിച്ചിൻ്റെ മരണം എന്ന ചെറുകഥ നല്ല ജീവിതം നയിക്കുക എന്നതിൻ്റെ അർത്ഥമെന്താണെന്നും മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും പരിശോധിക്കുന്നു. ഇതിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ മരണവും അതിനോട് അവൻ്റെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പ്രതികരണത്തിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത്. തുടർന്ന് ഇവാൻ്റെ മരണത്തിന് 30 വർഷം മുമ്പുള്ള സംഭവത്തിലേക്ക് കഥ മാറുന്നു. ഒരു യുവാവായ ഇവാൻ തെറ്റായ മുൻഗണനകളുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരിക്കൽ ഒരു വിചിത്രമായ അപകടം, അത് മുറിയിലെ കർട്ടൻ നീക്കുന്നതിന് ഇടയിലുണ്ടായതാണ്. ആ അപകടം ഇവാന് തൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയാക്കുന്നു. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവനെ ഭയപ്പെടുത്തുന്നു. തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ബന്ധങ്ങളെല്ലാം കൃത്രിമമാണെന്ന് ഒടുവിൽ അവൻ മനസ്സിലാക്കുന്നു. മരണക്കിടക്കയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു എപ്പിഫനി, ഒരു വെളിപാടുണ്ടാകുന്നു. മരണസ്ഥലത്ത് വെളിച്ചമുണ്ടായിരുന്നു. അങ്ങനെയാണ് അത്. എന്തൊരു സന്തോഷം എന്ന കഥാപാത്രം ഉദ്ഘോഷിച്ചുകൊണ്ട് ഒരു നെടുവീർപ്പോടെ മരിക്കുന്നു. ക്രിസ്തുമതം സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ടോൾസ്റ്റോയ് ഈ കഥ എഴുതിയത്. പിന്നീട് അദ്ദേഹം എഴുതിയ കഥകളാണ് യുദ്ധവും സമാധാനവും, അന്ന കരീനീന എന്നിവ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രംഗം നയിൻ നഗരത്തിൻ്റെ കവാടമാണ്. യേശുവും ശിഷ്യന്മാരും നഗര കവാടത്തിലെത്തിയപ്പോൾ മരിച്ചുപോയ ഒരു മനുഷ്യനെ അടക്കുവാൻ പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ യുവാവ് അവൻ്റെ അമ്മയുടെ ഏക മകനായിരുന്നു. അവൾ ഒരു വിധവയും ആയിരുന്നു. അവൻ്റെ മരണം അവളെ തനിച്ചാക്കി. എന്തൊരു സങ്കടം ആ അമ്മ അനുഭവിച്ചിട്ടുണ്ടാകും. ആ സ്ത്രീ യേശുവിനെ കണ്ടിട്ട് പോലും ഉണ്ടോ എന്ന് സംശയം. അവൾ തൻ്റെ മകനിലും അവളുടെ വലിയ നഷ്ടത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ യേശു അവളുടെ വേദന കണ്ടു. അവൻ മനസ്സലിഞ്ഞു എന്ന് തിരുവെഴുത്ത് പറയുന്നു. യേശു ആ സ്ത്രീയെ വെറുതെ ശ്രദ്ധിച്ചതല്ല, അവൻ അവളെ ശരിക്കും കണ്ടു. അവൻ അവളുടെ അടുത്തേക്ക് എത്തി. അക്ഷരാർത്ഥത്തിൽ അവളുടെ മകനെ അവളുടെ അടുത്തേക്ക് തിരിച്ചു നൽകി. ചില സമയങ്ങളിൽ നാമും വലിയ വേദനയും നഷ്ടവും എല്ലാം അനുഭവിക്കുന്നു. അപ്പോൾ യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ടോ? യേശു നമ്മുടെ വേദന കാണുന്നുവെന്ന് മാത്രമല്ല, വേദനയും നഷ്ടവും തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുകയും അവൻ നമ്മിലേക്ക് എത്തുന്നുവെന്ന് വിശ്വസിക്കുവാനും കഴിയുമോ? നമ്മുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ യേശുവിനെ വിശ്വസിക്കുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നാം ചോദ്യം ചെയ്യാൻ തുടങ്ങിയേക്കാം. എന്തുകൊണ്ട് ദൈവം ഇത് സംഭവിക്കാൻ അനുവദിക്കുന്നു? എനിക്ക് യേശുവിൽ വിശ്വസിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, വേദനാജനകമായ സമയങ്ങളിൽ, ഈ ദുഷ്കരമായ സമയത്തെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന യേശു നമ്മോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കാനും അതിനുള്ള കൃപയ്ക്കായും നമുക്കിന്ന് പ്രാർത്ഥിക്കാം. യേശു ഇന്നത്തെ പോലെ തന്നെയാണ് മുമ്പും, അതുപോലെ തന്നെയാണ് ഇനിയും. വേദനയും കഷ്ടപ്പാടും അനുഭവിക്കുന്ന നമ്മളെ കാണുമ്പോഴെല്ലാം അവനിപ്പോഴും സഹതാപം പ്രകടിപ്പിക്കുന്നു. നമുക്ക് അവനിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവൻ വഴിയൊരുക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.